പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് എന്റെ സ്നേഹിതരുടെ മുൻപിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാരായിരിക്കുന്ന എന്റെ മാന്യ സ്നേഹിതരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അതാണ് ഞങ്ങളുടെ പരിശ്രമം. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ക്രിസ്തുവിന് കൊള്ളാവുന്നവരായി നിൽക്കുക, അതിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അതാണ് ഏതൊരു ക്രിസ്ത്യാനിയെ കുറിച്ചും സ്വർഗത്തിലെ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങള് ഈ ഗ്രൂപ്പിലൂടെ JCNDSD എന്ന ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എല്ലാം സത്യവചനം ഞങ്ങളുടെ സ്നേഹിതരായിരിക്കുന്ന നിങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി ഉള്ള സംരംഭമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒട്ടും വ്യാജം കാണാൻ പാടില്ല. തികച്ചും സത്യസന്ധമായിട്ടുള്ള ദൈവീക സന്ദേശം അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നും സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, ചിലരെങ്കിലും അത് കേട്ടിട്ടില്ലായിരിക്കാം. തൃത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി അതിനകത്ത് തൃത്വം എന്നുള്ള ഒരു സബ്ജക്റ്റ് യാതൊരു ആവശ്യവുമില്ലാതെ തിരുവചനത്തിൽ കൂട്ടിക്കലർത്തി ക്രൈസ്തവ സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തൃത്വം വാസ്തവത്തിൽ ദൈവവചനവുമായിട്ട് ഒരിക്കലും ചേർന്നു പോകുന്ന ഒന്നല്ല എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാനിവിടെ വ്യക്തമാക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദൈവം ഏകൻ എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശം അത് തന്നെയാണ്. ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശം ദൈവം ഏകൻ എന്നുള്ളതാണ്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുവാൻ താല്പര്യപ്പെടും. ആവർത്തനം 6:4. ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഇതേ വാക്യം തന്നെ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലും ഇതേ വാക്യം നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. ദൈവം ഏകൻ. ഈ ഏകനായ ദൈവത്തെയും ഏകദൈവ വിശ്വാസത്തെയും വികൃതമാക്കി തീർക്കുന്ന സാത്താന്റെ ഒരു കുടില തന്ത്രമാണ് തൃത്വം എന്ന് പറയുന്ന വ്യാജൻ. അതൊരിക്കലും ഏകദൈവത്തെ അനുകൂലിക്കുന്ന ഒന്നല്ല. എത്ര ഏകദൈവത്തെ അനുകൂലിക്കുന്നതാണ് എന്ന് ഈ ലോകത്തിൽ ആര് തന്നെ പറഞ്ഞാലും അത് പൂർണ്ണമായും നിഷേധിക്കപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൃത്വം എന്നുള്ളത് 100% പിശാചിൻ്റെതാണെന്ന് ഉറക്കെ പറയുവാൻ, അത് വളരെ വ്യക്തമാക്കി പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ ദൈവം ഏകൻ 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 എന്ന് ആവർത്തിച്ച് 1 അല്ല 9 അല്ല അനവധി വാക്യങ്ങൾ എടുത്തു കാണിക്കുമ്പോൾ ഏകൻ എന്നുള്ള പഠിപ്പിക്കലിന് വിരുദ്ധമായിട്ട് ദൈവം തൃത്വമാണ്, ദൈവം ത്രിയേകമാണ്, ഇങ്ങനെയുള്ള വ്യാജ സന്ദേശങ്ങൾ സാത്താനാൽ ക്രൈസ്തവ സമൂഹത്തിൽ കടന്നു വരികയും അങ്ങനെ അത് പെന്തക്കോസ്തിൽ വ്യാപിക്കുകയും അതിന്റെ ഏജന്റന്മാരായിട്ട്, തൃത്വത്തിന്റെ ഏജന്റന്മാരായിട്ട്
ബെന്തക്കോസ് പാസ്റ്റേഴ്സ് എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലത്ത് ഈ സത്യം ഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് JCND എന്ന ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് സത്യം പഠിക്കുവാനിടയായിത്തീരും, അത് അംഗീകരിപ്പാനിടയായിത്തീരും. ഞങ്ങളത് പഠിപ്പിക്കുവാൻ താല്പര്യമുള്ളവരാണ്. ഈ സത്യം ഗ്രഹിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലേക്ക് അനവധി വിശുദ്ധന്മാര് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷം ഞങ്ങൾ വീണ്ടും അറിയിക്കുന്നു. പലരും സ്നാനപ്പെടുവാൻ തയ്യാറായി മുൻപോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്നാനപ്പെടുത്തുവാനും ഞങ്ങൾ ഏതു സമയവും തയ്യാറായി നിൽക്കുകയാണ്. ഏതു സമയവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു വ്യക്തി സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവരെ സ്നാനപ്പെടുത്തുവാൻ ഏതു സമയവും ഞങ്ങൾ തയ്യാറാണ്. അവരുടെ സമയം ദൈവം അവർക്കായിട്ട് വേർതിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിന്റെ വെളിച്ചത്തിൽ ദൈവം ഏകൻ എന്നുള്ള പരമസത്യത്തിന് വിരുദ്ധമായിട്ട് ദൈവം തൃത്വമാണ് എന്ന് പഠിപ്പിക്കുന്ന ആ പോഷത്വം, ആ തത്വജ്ഞാനവും വെറും വഞ്ചനയുമായ കൊലോസ്യർ 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. തൃത്വം എന്നുള്ളത് തത്വജ്ഞാനവും വെറും വഞ്ചനയുമാണെന്ന് സാമാന്യബോധമുള്ള ഏതൊരു വ്യക്തിക്കും, അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, എഴുതാനും വായിക്കാനും ബൈബിളിലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുമുള്ള ദൈവകൃപയുണ്ടെങ്കിൽ തൃത്വം ഭോഷത്വമാണെന്നും അത് അബദ്ധങ്ങളുടെ ഉപദേശമാണെന്നും ഏതൊരു മനുഷ്യനും ദൈവത്തിന് അവിടെ ഒരു പാണ്ഡിത്യത്തിന്റെ ആവശ്യമില്ല. വായിക്കാൻ നന്നായിട്ട് അറിയുമെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഏകനെന്ന് പറയുമ്പോൾ ബൈബിളിൽ തന്നെ ധാരാളം വാക്യങ്ങളുണ്ട്. ഞാൻ 1-2 വാക്യങ്ങള് സാധാരണ ആവർത്തിച്ച് പറയാറുള്ള 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്ന് ശ്രദ്ധിച്ചാലും പ്രിയ സ്നേഹിതരെ, തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവർത്തിച്ചൊന്നുകൂടെ പറയുകയാണ്. ആവർത്തനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇവിടെ ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ചു നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവത്തിന്റെ അലംഘനീയമായിട്ടുള്ള കൽപ്പനയാണ്. ദൈവവചനത്തോട് നിങ്ങൾ കൂട്ടരുത്, ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾ എടുത്തു കളയരുത്. 1-2 വാക്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാലും സദൃശവാക്യം 30-6 വായിക്കുമ്പോൾ അവന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടയാകും. അപ്പൊ വചനത്തോട് കൂട്ടുചേർത്ത് പഠിപ്പിക്കുന്നവൻ ബൈബിളിൽ ഭാഷ്യം വെച്ച് പറയുന്നു അവൻ കള്ളനാണ്. വചനത്തോട് കൂട്ടരുത്. ആമേൻ. വെളിപ്പാട് പുസ്തകം 22-18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവനെ വരുത്തും. ദൈവവചനം കൂട്ടുചേർത്ത് പഠിപ്പിച്ചാൽ അവനിൽ ബാധ കയറുന്ന സംശയമൊന്നുമില്ല. എന്റെ ഭാഷയല്ല, ദൈവവചനത്തിന്റെ ഭാഷയാണ്. ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുകയാണ്. ആമേൻ. അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോ നിങ്ങൾ കേട്ടല്ലോ പ്രിയ സ്നേഹിതരെ, ദൈവവചനത്തോട് ഒന്നും കൂട്ടാൻ പാടില്ല, ദൈവവചനത്തിൽ നിന്ന് ഒന്നും കുറയ്ക്കാൻ പാടില്ല.
ദൈവവചനത്തോട് കൂട്ടിച്ചേർത്ത് പഠിപ്പിക്കുന്നവൻ കള്ളനാകുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അതിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ദൈവ മക്കൾ എന്നുള്ള പദവി അല്ലെങ്കിൽ ജീവന്റെ അവകാശത്തിൽ നിന്ന് അവനെയും ദൈവം പറിച്ചു കളയും എന്ന് തന്നെയാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു വാക്യം അറിയാൻ പറ്റുന്നില്ല, അതിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ വിഷമിക്കണ്ട, ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ദൈവത്തിൽ ആശ്രയിക്കുക തന്നെയല്ല, അത് യെശയ്യാപ്രവചനം 34-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യഹോവയുടെ വചനത്തിൽ വായിച്ച് അന്വേഷിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതെയും ഇരിക്കുകയില്ല, യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. അപ്പൊ ദൈവവചനത്തിൽ എന്തുണ്ട്? ഇണവാക്യമുണ്ട്. ഒരു ഭാഗത്തില്ല, കണ്ടില്ല, അതിന്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അർത്ഥം ഗ്രഹിപ്പിക്കത്തക്ക വിധത്തിൽ മറ്റൊരു ഭാഗത്തുണ്ട്. പിന്നെ നമ്മള് ദൈവവചനത്തിന് വെളിയിലേക്ക് പോയി അർത്ഥം കണ്ടുപിടിക്കേണ്ട ഒരു ഗതികേട് ഒരു ക്രിസ്ത്യാനിക്കില്ല, ഒരു ദൈവവചനത്തിലില്ല. ദൈവവചനത്തിൽ ഇല്ലാത്ത ഒന്നിനെ കൂട്ടിച്ചേർത്ത് അങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ച ഊഹാഭോഗത്തിന്റെ പിന്നാലെ പോകേണ്ട ഗതികേടുമില്ല. ഈ തൃത്വത്തിന് പറ്റിയ പരാജയം അതാണ്. തൃത്വത്തിന് പറ്റിയ പരാജയം ഊഹാഭോഗമാണ്. അങ്ങനെ ആയിരിക്കും. പല ഉദാഹരണങ്ങൾ തൃത്വക്കാർ കൊണ്ടുവന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ. ആ ഉദാഹരണങ്ങൾ അവർ തന്നെ ഇപ്പൊ സമ്മതിക്കുന്നു അതെല്ലാം ഭോഷത്വമായിരുന്നു, അബദ്ധമായിരുന്നു. അതിനെല്ലാം അവർ വലിച്ചെറിഞ്ഞു. ഇപ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ സാത്താൻ അവരിലൂടെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്റെ സ്നേഹിതരോട് ഞാൻ പറയുകയാണ്, തൃത്വ സ്നേഹിതരോട് പറയുകയാണ്, നിങ്ങൾ അതും വലിച്ചെറിയേണ്ടതായിട്ട് വരും, നിങ്ങൾ അതും ചവിട്ടിമതിക്കേണ്ടതായിട്ട് വരും. ഞങ്ങൾ എന്നേ ചവിട്ടിമതിച്ചു, എന്നേ അത് തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തൃത്വം എന്നുള്ള ആ ഭീകര സ്വത്വത്തെ പൂർണ്ണമായിട്ട് കാലിന് പിടിച്ച് നിലത്തടിക്കേണ്ട ഗതികേട് വരും. സംശയമൊന്നുമില്ല. ഉറപ്പായിട്ടും ഇതൊരു പ്രവചനമായി തന്നെ അംഗീകരിച്ചുകൊള്ളുക. തൃത്വം എന്നുള്ളത് വ്യാജമാണ്, അത് പൈശാചികമാണ്, അത് പൂർണ്ണമായിട്ട് ദൈവവചനത്താൽ ഒരിക്കലും യോജിച്ചു പോകുന്നതല്ല, ദൈവവചനത്തിൽ നിന്ന് വെളിയിലുള്ളതാണ്. ഹല്ലേലൂയ. അത് എവിടെ നിന്ന് കിട്ടിയതാ? ന്യായമായിട്ടൊന്ന് ചിന്തിക്കാം. ചെറുതായിട്ട് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ഇത് ബാബിലോണിൽ നിന്ന് വന്നതാണ്. ബാബിലോണിൽ നിന്ന് പെർഗമോസ് വഴി, ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാവുന്നേ, ബാബിലോണിൽ നിന്ന് പെർഗമോസ് വഴി റോമിലേക്ക് വന്നു. കത്തോലിക്ക സഭയിലൂടെ അത് ഇന്ന് പെന്തക്കോസ്തുകാരുടെ പോക്കറ്റിൽ കിടക്കുക. സംശയമുണ്ടെ ചരിത്രം തെളിയിക്കാം, ചരിത്രത്തിലൂടെയോ തെളിയിക്കാം. തൃത്വം എന്നുള്ള ഈ മഹാവിപത്ത്, തൃത്വം എന്നുള്ള ഈ വലിയ ദുരന്തം ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്നതിന്റെ കാരണം അത് ബാബിലോണിലാണ് ആരംഭിച്ചതെന്നും ബാബിലോണിൽ നിന്ന് പെർഗമോസ് വഴി റോമിലേക്ക് വരികയും റോമൻ സഭ നിമിത്തമായിട്ട് അത് ലോകത്തിൽ വ്യാപിച്ചതായിട്ട് ബൈബിൾ സാക്ഷിക്കുന്നു, ചരിത്രവും സാക്ഷിക്കുന്നു. ഒരു കർത്താവിനെ നോക്കി ഇറങ്ങിയ ഒരു ക്രിസ്ത്യാനിക്ക് തൃത്വത്തെ നോക്കി ഇടറേണ്ടതായിട്ട് വരില്ല. ആമേൻ. കാരണം ഇത് നമ്മള് വാസ്തവത്തിൽ പലരും കത്തോലിക്ക സഭ വിട്ടുപോകുന്നവരാ, അല്ലെങ്കിൽ മറ്റുള്ള ഓർത്തഡോക്സും മറ്റുള്ള നാമധേയ ക്രൈസ്തവ സമൂഹം വിട്ടുപോകുന്നതാണ്. വിട്ടുപോകുന്ന നമുക്ക് ഒരു തെറ്റ് പറ്റി. എന്താണ് ആ തെറ്റ്? വിട്ടുപോകുന്ന നമുക്ക് പറ്റിയ തെറ്റ് എന്തെന്ന് ചോദിച്ചാൽ, അവിടുന്ന് പോന്നപ്പോ അവിടുത്തെ ചില സാധനം കൂടെ കട്ടെടുത്തോണ്ട് വന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം മറ്റു പല മതത്തിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് വന്ന ഒത്തിരി ചരക്കുകൾ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കട്ടെടുത്തോണ്ട് വന്ന ചരക്കിലൊന്നാണ് ഈ തൃത്വം. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് പോകുന്നു. യാക്കോബിന്റെ ഭാര്യമാരും കൂടെയുണ്ട്. ലേയുണ്ട്, റാഹേലുണ്ട്. റാഹേല് പോന്നപ്പോ ഒരു പരിപാടി ചെയ്തു. എന്താ ചെയ്തത്?
ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം, റാഹേല് പോന്നപ്പം അപ്പന്റെ ഗൃഹവിഗ്രഹവും കൂടെ എടുത്തോണ്ടേക്ക് പോന്നു. അത് എവിടെ വെച്ചു? ഒട്ടകങ്ങളുടെ കോപ്പിന്റെ ഇടയിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി ഇവള് ഇരുന്നു. യാക്കോബ് റാഹേൽ ചെയ്ത പരിപാടിയാ. പാരമ്പര്യം വിട്ടുപോന്നവന് ആ പാരമ്പര്യത്തിന്റെ ഒരു അംശം കൊണ്ടുവന്ന് ഈ ഒട്ടകത്തിന്റെ കോപ്പിന്റെ അകത്ത് വെക്കേണ്ട കാര്യമല്ലോ. അല്ല, ഉണ്ടോ? അവള് പോന്നു, പുറകെ മറ്റേ പാർട്ടി വന്നു. ആര്? ലാബാൻ വന്നു. ലാബാൻ അവിടെ ഇല്ലായിരുന്നപ്പോ ചെയ്ത പരിപാടിയാ. എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഗൃഹവിഗ്രഹം പുറകെ വന്ന് പിടിച്ചു. യാക്കോബിനോട് ചോദിച്ചു, നീ എന്ത് പണിയായത്? ഞാൻ ഇല്ലാത്ത സമയത്ത് നീ പോന്നു, അതിനുശേഷമായിട്ട് നീ എന്റെ ദേവന്മാരൊക്കെ എടുത്തുകൊണ്ട് പോന്നു. യാക്കോബ് നിഷ്കളങ്കമായി പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ ഇവിടെ എല്ലാം പരിശോധിക്കാം, അങ്ങനെ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അവിടെയുള്ള ദാസന്മാരുടെ കൂടാരങ്ങളിലും ലേയുടെ കൂടാരങ്ങളിലുമെല്ലാം നോക്കി, കിട്ടിയില്ല. അങ്ങനെ ലാബാൻ ഒടുവിൽ റാഹേലിന്റെ കൂടാരത്തിൽ ചെന്നു. റാഹേല് എന്ത് ചെയ്തിരിക്കുക? ഒട്ടകത്തിന്റെ കോപ്പുകളുടെ ഇടയ്ക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന കോപ്പല്ല കേട്ടോ, ഇനി എന്തെങ്കിലും ആട്ടെ, ഈ ഒട്ടകത്തിന്റെ കോപ്പുകളുടെ ഇടയ്ക്ക് ഈ വിഗ്രഹം വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി ഇരിക്കുക. ആർക്കും പെട്ടെന്ന് വന്ന് കണ്ടുപിടിക്കുവാൻ കഴിവില്ലാത്ത രഹസ്യ സ്ഥലത്താണ് എന്ത് വെച്ചിരിക്കുന്നത്? ഈ ഗൃഹവിഗ്രഹം വെച്ചിരിക്കുന്നത്. അപ്പൊ അപ്പം വന്നു, അവിടെ എല്ലാം പരിശോധിച്ചു. നീ ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. അവർ റാഹേല് പറഞ്ഞു, അപ്പാ, എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിൽ സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുകയാണ്, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ലാബാൻ അവിടെയൊക്കെ നോക്കി കണ്ടില്ല, അങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാം, ഈ സ്ത്രീ വഴിമധ്യേ അവൾ പട്ടുപോയി. അവളുടെ സന്തോഷം അവൾക്ക് വേണ്ട രീതിയിൽ പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാം. കത്തോലിക്ക സഭ വിട്ടുപോന്ന ഇവിടുത്തെ മറ്റുള്ള സഭകളും ആ കത്തോലിക്ക സഭയാകുന്ന അപ്പന്റെ ഭവനത്തിൽ നിന്ന്, അല്ലെ അമ്മയുടെ ഭവനത്തിൽ നിന്ന് ഈ ഗ്രഹവിഗ്രഹമായിട്ടാ പോകുന്നത്. ആ ഗ്രഹവിഗ്രഹമാണ് ഈ തൃത്വം. ഇതെടുത്ത് ഒട്ടകത്തിന്റെ കോപ്പുകൾക്കിടയിൽ വെച്ചിരിക്കുക. കാരണം ആരും വന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്താണിത്. അതിന്റെ മുകളിൽ കയറിയിരിക്കുക. എന്നിട്ട് പറയുകയാണിത് എനിക്ക് സ്ത്രീകൾക്കുള്ള മുറ പോലെ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? രഹസ്യ സ്ഥലത്ത് ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതല്ലേ ഇന്ന് തൃത്വക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? തൃത്വം എന്നുള്ളത് ഒരു ദിവ്യ മർമ്മമാണ്, ഒരു ദിവ്യ രഹസ്യമാണെന്നാ പറയും. എത്ര കഷ്ടമാണ്! ആവശ്യമില്ലാത്തടത്ത് കൊണ്ട് കട്ടെടുത്തോണ്ട് സൂക്ഷിച്ചിട്ട് ഇത് രഹസ്യമാണെന്ന് പറയാൻ നാണമില്ല എന്റെ തൃത്തക്കാരാ. സ്നേഹിക്കുന്നത് നിനക്ക് നാണമില്ലേ? റാഹേലും തന്നെ പറഞ്ഞത്, അപ്പ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല. എന്താ കാര്യം? ആ രഹസ്യ സ്ഥലത്ത് അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവൾക്ക് സ്ത്രീകളുടെ മുറ വന്നു എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഇത് പിൽക്കാലത്ത് എന്താ? ഇത് രഹസ്യമാണെന്ന്, തൃത്വം ദിവ്യ രഹസ്യമാണെന്ന് ഈ ഭോഷത്വം സാത്താൻ അംഗീകരിക്കും. തൃത്വം ദിവ്യ രഹസ്യമാണെന്നുള്ള ഭോഷത്വം സാത്താൻ അംഗീകരിക്കും, ലാബാൻ അംഗീകരിക്കും. ലാബാൻ അത് കേട്ടിട്ട് പോകും. പക്ഷെ ഇതിന്റെ പുറകെ ഒരു ദുരന്തം വരുന്നു എന്നുള്ള വസ്തുത നീ മറന്നുപോകരുത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സ്നേഹിതരെ, ഈ തൃത്വം എന്നുള്ളത് ഒരു ദുരന്തമാണ്. യെസ്, സംശയമൊന്നുമില്ല. ഈ ദുരന്തം നീ സൂക്ഷിച്ചിട്ട് ഇത് ദിവ്യമർമ്മമാണെന്ന് വീമ്പിളക്കിയാൽ സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം പിടിക്കും. നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്നേ, പറ്റില്ല. നീ എത്ര പ്രഗത്ഭനാണെങ്കിലും, നീ എത്ര പണ്ഡിതനാണെങ്കിലും,
ഇല്ലില്ല, നീ രക്ഷപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ അപ്പന്റെ ഭവനം വിട്ടുപോന്നപ്പോ ദൈവവചനം പറയുന്നു, നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും നീ മറക്കണം, നീ അത് വിടണം. നീ അപ്പന്റെ ഗൃഹവിഗ്രഹം കൊണ്ടുവന്ന് രഹസ്യ സ്ഥലത്ത് സൂക്ഷിച്ചിട്ട് ഇത് വലിയ മർമ്മമാണെന്ന് വീമ്പിളക്കിയാൽ യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ അടുക്കൽ നിന്റെ ഈ വീമ്പ് നടക്കില്ല. നിന്റെ തൃത്വത്തിന്റെ പാണ്ഡിത്യം അവിടെ പൊളിഞ്ഞിരിക്കും. ആമേൻ. അതവിടെ നടക്കില്ല. അതിനെ ചവിട്ടി മതിക്കുവാനുള്ള അധികാരം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ധൈര്യത്തോടെ പറയുന്നത്, ലജ്ജിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ തൃത്വം എന്ന വ്യാജത്തിൽ നിന്ന് എത്രയും വേഗം, എത്രയും പെട്ടെന്ന് വിട്ടുപോകണം. നിനക്കതൊരു ഗുണവും ചെയ്യില്ല. ഈ ലോകത്തിൽ ചിലതൊക്കെ നിനക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ വഴിയാത്രയിൽ, സ്വർഗീയ യാത്രയിൽ, സിയോൻ യാത്രയിൽ നിനക്ക് എന്നെത്താൻ കഴിയില്ല. കാരണം ഈ വിഗ്രഹം, ഈ ഗൃഹവിഗ്രഹമാകുന്ന തൃത്വം. കാരണം ദൈവം ഏകനെന്ന് പറയുമ്പോൾ ദൈവം 3 ആളുകൾ ഏണെന്നാണെന്ന് പഠിപ്പിക്കുന്ന ഈ തൃത്വം, ഇത് ബാബിലോണിൽ നിന്ന് കളഞ്ഞു കിട്ടിയ ആ ഗൃഹവിഗ്രഹമാണ്. അത് നീ ചേർത്ത് പിടിച്ച് നിന്റെ രഹസ്യസ്ഥാനത്ത് നീ സൂക്ഷിച്ച് ഇത് വലിയ മർമ്മമാണ്, ഇത് വലിയ രഹസ്യമാണ് എന്ന് പറഞ്ഞ് വീമ്പിളക്കിയാൽ നിന്റെ വീമ്പ് ഒരിക്കൽ ദൈവം നഗ്നമാക്കും. ഒരിക്കൽ ദൈവം അത് രംഗത്ത് കൊണ്ടുവരും എന്നുള്ള വസ്തുത നീ മറന്നു പോകരുത്. ഇത് നിസ്സാരമായി ചിന്തിക്കേണ്ട ഒന്നല്ല. യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ എന്റെ മനസ്സിലേക്ക് ഓടി വരിക. യേശു എന്താ പറഞ്ഞു? ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു. നിന്റെ പുറകെ ലോകത്തിന്റെ പ്രഭു ഉണ്ട്. ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒന്നുമില്ല. ആ വാക്യം അറിയാവോ? യേശു പറഞ്ഞത് ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒന്നുമില്ല. അവന് എന്നിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ, ലോകത്തിന്റെ പ്രഭുവിന്റെ ഒന്നും എന്നിൽ കാണുകയില്ല. ഇവിടുത്തെ പെന്തക്കോസുകാരനായിരിക്കുന്ന പ്രസംഗക നിനക്ക് പറയാൻ പറ്റുമോ ലാബാന്റെ ഒന്നും നിന്റെ കയ്യിലില്ലെന്ന്, ലോകത്തിന്റെ ഒന്നും നിന്റെ കയ്യിലില്ലെന്ന്, ഗൃഹവിഗ്രഹം നിന്റെ കയ്യിലില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ തൃത്വം നിന്റെ പോക്കറ്റിൽ കിടക്കുകയല്ലേ? ഈ ഗൃഹവിഗ്രഹം നിന്റെ പോക്കറ്റിൽ കിടക്കുകയല്ലേ? ഈ വ്യാജച്ചരക്കും താലോലിച്ചുകൊണ്ട് അത് തോളിട്ടുകൊണ്ടല്ലേ ഒരു കയ്യിൽ ബൈബിളും പിടിച്ച് നീ പ്രസംഗിക്കുന്നത്? മതിയാക്കൂ സ്നേഹിത, മതിയാക്കൂ. നിനക്ക് ആ ബൈബിള് മതിയില്ലേ? ആ ബൈബിളിന്റെ സന്ദേശം മതിയില്ലേ? അതോ ബാബിലോണിൽ നിന്ന് പെർഗാമോസ് വഴി റോമിൽ നിന്ന് ലോകത്തിലേക്ക് വ്യാപരിക്കുന്ന യിരെമ്യാ പ്രവാചകൻ പറയുന്ന പോലെ ആ പാത്രത്തിൽ നിന്ന് നുകർന്നു കൊടുക്കുന്ന ഈ വ്യാജ സന്ദേശം നിനക്ക് ആവശ്യമുണ്ടോ? ക്രിസ്ത്യാനി, നിനക്ക് ആവശ്യമില്ല. നിനക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ കാൽവരി ക്രൂശിൽ ചിന്തിത്തന്ന യേശുനാഥൻ അവിടെ കിടന്നുകൊണ്ട് നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്നപ്പോൾ നിനക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ല. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ ദൈവജനത്തോടൊന്നും കൂട്ടരുതെന്നാണ് പറഞ്ഞത്. വളരെ കഷ്ടമാണ്. ദൈവജനത്തോടൊന്നും കൂട്ടരുത്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കള്ളനാവുന്ന, പിടിക്കപ്പെടും. ലാബാന്റെ കണ്ണ് വെട്ടിച്ചാലും, ഹല്ലേലൂയ, അഗ്നിക്കൊത്ത കണ്ണുള്ളവനാകുന്ന യേശുവിന്റെ കണ്ണ് വെട്ടിക്കാൻ ഇവിടെ ഒരു പാസ്റ്റർമാർക്കും കഴിയില്ല. ഇവിടെ ഒരു ക്രൈസ്തവ നേതാവിനും കഴിയില്ല. പിടിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനാണെന്നാണ് ഇവിടുത്തെ എല്ലാവരും പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമൻ. ഞാൻ ചോദിക്കട്ടെ എന്റെ തൃത്വ സ്നേഹിത, ഈ തൃത്വത്തിൽ രണ്ടാമൻ എന്നുള്ള ഈ വാക്ക് എവിടെ നിന്ന് കിട്ടിയതാ? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുണ്ടോ?
ഇല്ല. യേശു പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിട്ടില്ല, യേശുവും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇത് എവിടെ നിന്ന് കിട്ടി? അതാണ് ചരിത്രം കൂടെ കുറച്ച് വായിക്കാൻ അറിയാമെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഗ്രഹിക്കാനും ഒരു കഴിവുണ്ടാകും. അല്ലെ പിന്നെ ദൈവകൃപ കൂടുതൽ ഉള്ളവർക്ക്. എനിക്കറിയാം, പണ്ട് കാലങ്ങളിൽ വായന അറിയത്തില്ലാത്ത അനേക അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവര് സത്യത്തിന് വേണ്ടി നിന്നിട്ട് ദൈവകൃപയിൽ അവർക്കുള്ള അകത്ത് കിട്ടിയ വെളിപ്പാടനുസരിച്ച് അവർ ജീവിച്ച അനവധി വിശുദ്ധന്മാരെ എടുത്തു കാണിക്കുവാൻ എനിക്ക് കഴിയും. അവർക്ക് വായിക്കാനൊന്നും അറിയത്തില്ല, ചരിത്രവും അവർക്കറിയത്തില്ല. പക്ഷെ അവരിൽ ദൈവകൃപ വ്യാപരിച്ചിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരിൽ വ്യാപരിച്ചിരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിച്ചാൽ എന്താ? സകല സത്യത്തിലും വഴി നടന്നു. അവൻ സത്യത്തിലൂടെ മാത്രമേ പോകൂ. അവൻ വചനവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യില്ല. ഹല്ലേലൂയ. അപ്പോൾ വെളിപ്പാട് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നിമ്രോദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കാണാം. ഉൽപ്പത്തി 10-ാം അധ്യായം. നിമ്രോദ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന വാക്യമാണ്. അവൻ നായാട്ട് വീരനാണ്. അതുപോലെ തന്നെ അവൻ പരാക്രമശാലിയാണ്. ആ നിമ്രോദിന്റെ ഭാര്യയുടെ പേര് സെമിറാമിസ് എന്നായിരുന്നു. ഈ നിമ്രോദാണ് ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം പണിതത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിനെതിരെ ഒരു മത്സരം ആദ്യം സാത്താന്റെ പ്രേരണയിൽ ഒരു പട്ടണം പണിതത് നിമ്രോദാണ്. പക്ഷെ അപ്പോ ഈ നിമ്രോദിന്റെ ഭാര്യ സൗന്ദര്യ റാണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവൾ നല്ല സൗന്ദര്യമുള്ളവളായിരുന്നു. അതുകൊണ്ട് ഈ സൗന്ദര്യമുള്ള ഇവളെ നിമ്രോദായിരുന്നു അന്ന് ബാബിലോണിലെ രാജാവ്. താൻ വിഗ്രഹാരാധിയായിരുന്നു, ബഹുദൈവ വിശ്വാസിയായിരുന്നു. തനിക്കൊരു ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചതായിട്ട് ചരിത്രകാരന്മാർ സാക്ഷീകരിക്കുന്നു. തന്നെ ആരോ കൊന്നു. അത് ഏകദൈവ വിശ്വാസികളാണെന്ന്, അന്നത്തെ ഭക്തന്മാരായിരിക്കുന്ന ഏകദൈവ വിശ്വാസിയാണെന്ന് പറയപ്പെടുന്നു. ഏതായാലും എന്താ, മരിച്ചു. മരിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ റാണിയായിരിക്കുന്ന ഈ സെമിറാമിസ് അവിഹിത ബന്ധത്താൽ ഗർഭിണിയായി. തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം അവിഹിത ബന്ധത്താൽ ഗർഭിണിയായി. അപ്പൊ തനിക്ക് പിടിച്ചു നിൽക്കാൻ സാത്താന്റെ പ്രേരണയാൽ താൻ കണ്ടുപിടിച്ച ഒരു വലിയ ഒരു തന്ത്രം എന്താണെന്ന് അറിയാമോ? അവിടെ എല്ലാം പ്രസിദ്ധമാക്കി. മരിച്ചുപോയ എന്റെ ഭർത്താവ്, അവൻ നമ്മുടെ രാജാവായിരുന്നു. അവനായിരുന്നു വാഗ്ദത്ത മശിഹ. നമ്മെ രക്ഷിക്കാനായിട്ട് അവന് വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അവന് ഇപ്പോൾ ഒരു നമ്മളോട് മനസ്സറിവ് തോന്നിയിട്ട് ആ നിമ്രോദ്, ആ ഭർത്താവായിരുന്ന നിമ്രോദ് രണ്ടാമത് എന്റെ ഉദരത്തിൽ വന്നിരിക്കുന്നു. ഒന്നാമൻ രണ്ടാമനായി വന്നിരിക്കുന്നു. അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞ് ഒരു കള്ളപ്രചരണം അവിടെ ബാബിലോൺ രാജ്യത്ത് അവള് വിളംബരം ചെയ്തു. അപ്പോ ഒന്നാമൻ രണ്ടാമനായി വന്നു. അപ്പോ തൃത്വത്തിൽ രണ്ടാമൻ എന്നുള്ള പദം ഇങ്ങനെയാ ഉണ്ടായത്. അപ്പൊ തൃത്വത്തിൽ രണ്ടാമൻ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആക്ഷരിക അർത്ഥം വ്യാജത്തിലൂടെ, വേശ്യാവൃത്തിയിലൂടെ ജനിച്ചവൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. തൃത്വത്തിൽ രണ്ടാമൻ എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധത്തിൽ അവളുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് രണ്ടാമനായി രംഗപ്രവേശനം ചെയ്തു എന്നുള്ള വ്യാജ വിളംബരത്തിൽ നിന്നാണ് തൃത്വത്തിൽ രണ്ടാമൻ എന്നുള്ള ആ പദം ഉടലെടുത്തത്.
അപ്പോ തൃത്വത്തിൽ രണ്ടാമൻ ആരാണ്? സെമിറാമിസ് എന്ന് പറയുന്ന ഈ റാണിയുടെ അവിഹിത ബന്ധത്തിൽ തന്റെ ഉദരത്തിലുളവായ മകനാണ്. അവന് തമൂസ് എന്ന് പേര്. ഹല്ലേലൂയ. തമൂസിനെ കുറിച്ചും ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമൻ എന്ന് പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ച സ്നേഹിത, അതിന്റെ യഥാർത്ഥ അർത്ഥം വ്യഭിചാരത്തിലുള്ള വേശ്യാവൃത്തിയിലൂടെ കടന്നു വന്നവനെന്ന് തന്നെയാണ്. നാം വിശ്വസിക്കുന്ന ഈ ബൈബിൾ പഠിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വേശ്യാപുത്രൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഉയർത്തുന്ന, ഞാൻ സേവിക്കുന്ന എന്റെ യേശു തൃത്വത്തിൽ രണ്ടാമൻ അല്ല. തൃത്വത്തിൽ രണ്ടാമൻ എന്ന് പറയുന്ന യേശു ഈ ബൈബിളിലെ യേശു അല്ല. അത് ബാബിലോണിന്റെ വ്യാജൻ ആണ്. ഈ വ്യാജനാണ് ക്രൈസ്തവീകരിച്ചപ്പോ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ബാബിലോണിൽ നിന്നേ ഇത് റോമിലേക്ക് വന്നല്ലോ. ബാബിലോണിൽ ഉപദേശമല്ല, ബാബിലോണിൽ നിന്ന് പെർഗമോസ് വഴി റോമിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ഇതെല്ലാം ക്രിസ്ത്യവൽക്കരിച്ച് അതിന് ക്രിസ്ത്യാനിയുടെ പേരിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ തൃത്വത്തിൽ രണ്ടാമൻ ആരായി? ബാബിലോണിൽ നിന്ന് പെർഗമോസ് വഴി റോമിൽ വന്ന് റോമാ സഭ നിമിത്തമായിട്ട് അത് തൃത്വത്തിൽ രണ്ടാമനായി. അവിടുന്ന് ആ പാരമ്പര്യ സഭ വിട്ടുപോന്ന ഇവിടുത്തെ ബന്ധക്കോസുകാര് എന്ത് ചെയ്തു? ആ തൃത്വത്തിൽ രണ്ടാമൻ എന്ന ആ വ്യാജ ചരക്കിനെയും പോക്കറ്റിലിട്ട് തൃത്വത്തിൽ രണ്ടാമന് സ്തുതിയും പാടി, തൃത്വദൈവത്തിന് സ്തുതിയും പാടി നടക്കുകയാ. ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നല്ല. ആമേൻ. അപ്പൊ തൃത്വത്തിൽ രണ്ടാമന് സ്തുതി പാടി നടക്കുന്നവർ ഓർക്കുക, നിങ്ങൾ വേശ്യാപുത്രനാണ് സ്തുതി പാടുന്നത്. എന്റെ യേശു പറഞ്ഞു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും? യേശു പാപിയാണോ? പാപത്താലാണോ യേശു ജനിച്ചത്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ദൂതൻ സാക്ഷീകരിക്കുകയാണ്, പരിശുദ്ധാത്മാവിലാണ് അവൾ ഗർഭവതിയായത്. പരിശുദ്ധാത്മാവിനോട് തൃത്വം ഉള്ള പരിശുദ്ധാത്മാവിനുള്ള വ്യാജമാണ്. തൃത്വത്തിൽ രണ്ടാമൻ യേശുവാണെന്നുള്ള പഠിപ്പിക്കൽ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ പൂജാതനായ യേശുവിനോടും പരിശുദ്ധാത്മാവിനെതിരെയുള്ള വ്യാജമാണ്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം സ്വർഗത്തിൽ ക്ഷമിക്കാത്ത പാപമാണ്. മനുഷ്യപുത്രനെതിരെ നീ ഒന്ന് പറഞ്ഞാൽ നിനക്ക് ക്ഷമ കിട്ടും. പക്ഷേ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിനെതിരെ നീ പറഞ്ഞാൽ ക്ഷമിക്കയില്ല. യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനാണെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന് ഇവിടെ ജന്മം കൊടുത്ത പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. നിനക്ക് ക്ഷമ കിട്ടില്ല, ക്ഷമ കിട്ടില്ല. ഹല്ലേലൂയ. നീ തൃത്വത്തിൽ രണ്ടാമൻ എന്ന് പറയുന്ന യേശു എന്നുള്ള പേരിട്ട് അതിനെ വിളിക്കുന്ന ആ പദ്ധതി നിർത്തി ആ തൃത്വത്തിൽ രണ്ടാമനായ യേശു എന്ന് പറയുന്ന ആ ചരക്കിനെ നീ വലിച്ചെറിയണം. എന്നിട്ട് ഒന്നാമത്തവനും ഒടുക്കത്തവനും ഞാനാണെന്ന് പറഞ്ഞ യേശുവിന്റെ കൈക്ക് പിടിച്ച് നിനക്ക് പോകാൻ പറ്റുമോ? തൃത്വക്കാരാ, പറ്റുകയില്ലെങ്കിൽ നീ തൃത്വത്തിന്റെ പുറകെ പോ. പറ്റുകയില്ലെങ്കിൽ നീ തൃത്വത്തിൽ രണ്ടാമനായ യേശു എന്നും പറഞ്ഞ് ആ വ്യാജ തൃത്വത്തിന്റെ പുറകെ പോകൂ. അന്തസ്സുള്ളവൻ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നവൻ, ഒന്നാമത്തവനും ഒടുക്കത്തവനും ഞാൻ തന്നെ എന്ന് പറഞ്ഞ യേശുവിന്റെ പിന്നാലെ ഗമിക്കും. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം കൂടെ നിങ്ങളോട് പറയാം, ഒന്ന് ശ്രദ്ധിച്ചാലും. കൂടുതൽ വിശദീകരണത്തിലേക്ക് ഇന്ന് പോകുന്നില്ല. അത് വിശദീകരിക്കേണ്ടി വന്നാൽ വരുന്ന സമയങ്ങളിൽ അത് വിശദീകരിക്കാം. ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളിത് പറഞ്ഞേ തീരൂ. ഞങ്ങളിത് പറയാൻ വേണ്ടി തന്നെ ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കുക.
ഇത് ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. നമുക്കൊരു ഉദാഹരണം പഴയ നിയമത്തിൽ എടുക്കാം. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ മോശ പർവ്വതത്തിൽ കയറി. കുറച്ച് ദിവസങ്ങളായിട്ട് മോശം കാണുന്നില്ല. ജനമെല്ലാം വെപ്രാളത്തിലായി. താഴെ അഹരോൻ എന്ന് പറയുന്ന ഉപദേശി അവിടെ നിൽപ്പുണ്ട്. മെയിൻ ഉപദേശി കയറിപ്പോയി. ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അപ്പൊ ജനങ്ങളെല്ലാം പറഞ്ഞു, ഒരു നിഗമനത്തിലെത്തി, അവൻ അവിടെ മരിച്ചു പോയിരിക്കുക, അവൻ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? അഹരോൻ ഉപദേശിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അപ്പോ ജനങ്ങളുടെ താളത്തിന് തുള്ളുന്ന അഹരോൻ ഉപദേശി എന്ത് പറഞ്ഞു? നിങ്ങളുടെ കുണുക്കെല്ലാം ഇങ്ങ് ഉണ്ടാകാൻ പറഞ്ഞു. കുണുക്കെല്ലാം ഉണ്ടാക്കി അത് ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തു. ഒരു കാളയെ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? അഹരോൻ ഉപദേശി എന്താ പറഞ്ഞത്? ജനത്തിന്റെ താളത്തിന് തുള്ളുന്ന ഉപദേശി എന്ത് പറഞ്ഞു? ആ ഉപദേശി പറഞ്ഞു, ഇനി നിങ്ങള് എന്റെ അടുത്ത് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, നിങ്ങൾക്ക് ദൈവത്തെ വേണമെന്ന് പറഞ്ഞു. നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമാണിത്. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയാണെന്ന് അതിന്റെ അർത്ഥം. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായതെന്ന് ആരാധിച്ചോളാൻ പറഞ്ഞു മോശ. അപ്പം നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ യഹോവയാണെന്ന് അഹരോൻ ഉപദേശി പറഞ്ഞു, ജനത്തോട് പറഞ്ഞു. ഏത്? ഈ കാളക്കുട്ടി. ഈ കാളക്കുട്ടിക്ക് എന്ത് പേരിട്ടു? ചിന്തിച്ചേ പ്രിയ സ്നേഹിത, ഈ കാളക്കുട്ടി യഹോവയാണോ? ഈ കാളക്കുട്ടി യഹോവയാണോ? ഈ കാളക്കുട്ടിക്കും ആ കാളക്കുട്ടിയെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയാണെന്ന് പറഞ്ഞ് അവർ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ജനത്തിന്റെ താളത്തിനും ജനത്തിന്റെ ചായ്വിനും ജനത്തിന്റെ ഹിതത്തിനും മാത്രം തുള്ളുന്ന ഉപദേശിമാര് നിമിത്തം ഇങ്ങനെയുള്ള വ്യാജങ്ങള് ജനങ്ങളുടെ ഇടയിൽ പരക്കും. ഈ കാളയ്ക്ക് എന്ത് പേരിട്ടു? മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമാണെന്ന്, യഹോവയാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഈ കാളക്കുട്ടി യഹോവയാണോ? ഹല്ലേലൂയ. ഒരിക്കലും ഈ കാളക്കുട്ടിക്ക് യഹോവ എന്ന് പേരിട്ടാൽ അത് യഹോവയാകുന്നില്ല. അങ്ങനെയെങ്കിൽ എന്റെ തൃത്വ സ്നേഹിത, തൃത്വത്തിൽ രണ്ടാമനായ യേശു ബാബിലോണിലെ സെമിറാമിസിന്റെ വ്യഭിചാരത്താൽ വ്യാജത്താൽ ഉണ്ടായ വ്യാജ ചരക്കാണ്. ആ ചരക്കിന് തൃത്വത്തിൽ രണ്ടാമനായ യേശു എന്ന് പറഞ്ഞ് അതിന് യേശു എന്ന് പേരിട്ടാലും അതൊരിക്കലും യേശു ആകുകയില്ല. കാളക്കുട്ടിക്ക് നീ എത്ര തന്നെ യഹോവ എന്ന് പേരിട്ടാലും, അതിനെ എത്ര ആരാധിച്ചാലും, യഹോവ എന്ന പേരിൽ ആരാധിച്ചാലും സ്തുതിച്ചാലും ആ കാളക്കുട്ടി യഹോവ അല്ലേ അല്ല. ആ കാളക്കുട്ടി ആരല്ല? യഹോവയല്ല. തൃത്വത്തിൽ രണ്ടാമനായ യേശുവിനെ നീ ആരാധിക്കുന്നുവെങ്കിൽ നിന്റെ ആരാധന ഒന്നാമനും ഒടുക്കത്തവനുമായ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശു അല്ല എന്നുള്ള കാര്യം ഓർക്കുകയും നിന്റെ ആരാധന വളഞ്ഞ വഴിയിലൂടെ സാത്താൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഗ്രഹിക്കുകയും ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? എന്റെ തൃത്വ സ്നേഹിതരെ, നിങ്ങൾ ഇതൊക്കെ ഗ്രഹിക്കണം കേട്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ആരെങ്കിലും പറയുന്ന വിഡ്ഢിത്തം കേട്ട് തൃത്വം ദൈവമാണെന്നും യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനാണെന്നും അവൻ ത്രിയേക ദൈവമാണെന്നും എന്നൊക്കെ ആരെങ്കിലും വീമ്പിളക്കിയാൽ, ആരെങ്കിലും വിഡ്ഢിത്തം നിന്റെ മുൻപിലേക്ക് വിളപ്പിത്തന്നാൽ അതിനെ തട്ടിമാറ്റുവാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നീ അത് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായല്ലോ? തൃത്വവും ത്രിയോഗത്തിന്റെ വ്യാജം നിനക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞോ? ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നീ ഭാഗ്യവാൻ. ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നിനക്കൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തൃത്വത്തിൽ രണ്ടാമനായ യേശു ക്രിസ്തു
നമ്മൾ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന കർത്താവായ യേശു അല്ല, ബൈബിൾ പ്രസംഗിക്കുന്ന യേശു അല്ല. ഈ ബൈബിളിലെ യേശു തൃത്വത്തിലെ ദൈവമല്ല. ഈ ബൈബിളിലെ യേശു തൃത്വത്തിൽ രണ്ടാമനുമല്ല. ഹല്ലേലൂയ. ഈ ബൈബിൾ ചുമക്കുവാനുള്ള ഭാഗ്യം കർത്താവ് തന്നല്ലോ. ഈ ബൈബിളിന്റെ കൂടെ ഞാനൊരു തൃത്വ ദൈവത്തെ ചുമക്കില്ല. ഈ ബൈബിളിന്റെ കൂടെ ഞാനൊരു ത്രിയേകത്തിൽ രണ്ടാമനെ ഞാൻ ചുമക്കില്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. ആ തൃത്വത്തെയും ത്രിയേക ദൈവമെന്ന് പറയുന്ന വ്യാജത്തെയും ചവിട്ടി പതിക്കുവാനാണ് സ്വർഗത്തിലെ കർത്താവ് എന്റെ കയ്യിൽ ഈ ബൈബിൾ തന്നിരിക്കുന്നത്. സംശയമൊന്നുമില്ല. ഹല്ലേലൂയ. അത് തന്റെ ഇടത്തോടെ പറയും, അത് അഭിമാനത്തോടെ പറയും, ആവേശത്തോടെ പറയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കണ്ട കല്ലും മരങ്ങളും കൊണ്ടു പല രൂപം തീർത്തു, കൊണ്ടുവച്ചിടത്തിരിക്കും തുണ്ടമല്ല സത്യ ദൈവം, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏക സത്യ ദൈവമേയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തെ മൂന്നായിട്ട് വെട്ടിമുറിക്കാൻ തൃത്വക്കാരെത്ര പരിശ്രമിച്ചാലും ജീവനുള്ള ദൈവം ഒരു വസ്തുവല്ല. ജീവനുള്ള ദൈവം വെട്ടിമുറിക്കത്തക്ക മൂന്നായിട്ട്, ഒന്ന് പിതാവിനും ഒന്ന് പുത്രനും ഒന്ന് പരിശുദ്ധാത്മാവെന്നും പറഞ്ഞിട്ട് മൂന്നാക്കി വെട്ടിമുറിക്കാനുള്ളത് അല്ല. ഒത്തിരി അബദ്ധങ്ങള് ക്രൈസ്തവ സമൂഹത്തിൽ സാത്താനാൽ തൃത്വത്തിന്റെ ദുരുപദേശ നിമിത്തം, അതിന്റെ വ്യാപാര നിമിത്തം സാത്താൻ കടന്നാക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ അനേക സാധുക്കൾ വഞ്ചിക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ ഇത് ഭോഷത്വമാണെന്ന് ഗ്രഹിക്കുന്ന അനേകര് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്ന അഭിമാനത്തോടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏകദേശം 100 ആൾക്കാരടുത്ത അത്രത്തോളം ഞാൻ എൻ്റെ ഓർമ്മയിൽ, എൻ്റെ രേഖകളിൽ തൃത്വത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവരെ ഞാൻ ഒറ്റയ്ക്ക് സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ കഴിവല്ലത്. മറ്റുള്ളവരും പരിശ്രമിച്ച് സ്നാനപ്പെടുത്തുവാൻ എനിക്ക് കൃപ കർത്താവ് ചെയ്തു. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും വലിയ പാണ്ഡിത്യമൊന്നുമില്ലാത്ത എനിക്ക് 100 പേരോടടുത്ത് തൃത്വക്കാരെ ദൈവവചനം പറഞ്ഞ് സ്നാനപ്പെടുത്തുവാനായിട്ട് എനിക്കിടയായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിലുള്ള എത്രയോ യേശു ക്രിസ്തുവിന്റെ നാമക്കാര് തൃത്വക്കാരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരാള് 100 പേരിനോട് അടുത്ത് സ്നാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പലരും തർക്കിക്കാൻ വന്നിട്ടുള്ളതാ കേട്ടോ. എനിക്കറിയാം. IPCയിൽ നിന്ന് ഒരിക്കൽ ഒരു 3-4 പേര് തർക്കിക്കാൻ വന്നു. ഒരു യോഗ കഴിഞ്ഞിട്ടാ. ഒരു മാത്യു, ഒരു വെല്ലി, എല്ലാവരുടെ പേര് ഓർക്കുന്നതിന് 30-35 വർഷത്തിന് മുമ്പാണ്. അന്ന് ഞാൻ 7 പേരെ സ്നാനപ്പെടുത്തി. രാത്രി സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. എനിക്ക് വെള്ളത്തിൽ നല്ല പരിചയമൊന്നുമില്ല, രാത്രികാലം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പകല് പിറ്റേ ദിവസം രാവിലെ ആ 7 പേരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഇത് ഈ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നതിന്റെ കാര്യം. വലിയ പാണ്ഡിത്യമൊന്നുമില്ലാത്ത ഞാൻ പറഞ്ഞിട്ടുള്ള ദൈവവചനത്തിന്റെ സന്ദേശം കേട്ട് അനേകർ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സത്യം ഗ്രഹിച്ച് അവർ കടന്നു വരികയും അവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ തമ്പുരാൻ തന്നെങ്കിൽ എനിക്കിവിടെ നിഗളിക്കാനൊന്നുമില്ല, അഹങ്കരിക്കാനൊന്നുമില്ല. എനിക്ക് ഉറക്കെ പറയാൻ കഴിയും, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം മാത്രം ഏക സത്യ സ്നാനം. ഹല്ലേലൂയ. ഏത് പണ്ഡിതൻ ഇങ്ങോട്ട് വന്ന് തർക്കിക്കാൻ വന്നിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് എനിക്കില്ല.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ പരിജ്ഞാനം ബൈബിളിന്റെ വെളിച്ചത്തിൽ എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഈ സത്യം ഗ്രഹിക്കണം. ഗ്രഹിക്കാതെ പോകരുത്. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള ഗതിയിലേക്ക് നിങ്ങൾ തള്ളപ്പെടരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് തൃത്വം എന്നുള്ളതും, ഞാൻ ഈ രണ്ട് കാര്യമായി ഇന്ന് രാത്രികാലം സൂചിപ്പിച്ചത്, തൃത്വം എന്നുള്ളതും ത്രിയേകം എന്നുള്ളതും വ്യാജമാണ്. അത് നിങ്ങൾക്ക് വേണ്ട, അതെനിക്ക് വേണ്ട, അത് പുറന്തള്ളിക്കളയണം. എന്നിട്ട് യേശു ക്രിസ്തു എന്ന ഏക ദൈവത്തെ ഉയർത്തണം. യേശു പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. പ്രിയ സ്നേഹിത, യേശുവിനെ ഞങ്ങള് ദിവസം തോറും ഈ ലൈവിലൂടെ പറയുക മാത്രമല്ല, അല്ലാതെയുള്ള തൃത്വക്കാരുടെ ഫോൺ സന്ദേശങ്ങള്, അവരുടെ മറുപടി, അവരുടെ ആശയങ്ങള് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അതിനെല്ലാം ദൈവം അവസരം തരുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവം ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പം ഈ ഗ്രൂപ്പിലൂടെ ദൈവം വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വൻകാര്യങ്ങൾ. അതിന് പ്രയോജനപ്പെടുന്ന കുറച്ച് ദൈവദാസന്മാരെ ഇതിനകത്ത് കിട്ടി. അതാണ് ഏറ്റവും വലിയ ഗുണമായിട്ടുള്ളത്. ഇതിന്റെ എഡിറ്റ് ചെയ്യാനും ഇതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനും ഈ സത്യത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ചില ദൈവദാസന്മാര് ഇതിനകത്തുള്ളത് കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുക. എല്ലാം തക്ക സമയത്ത് കർത്താവ് കാര്യങ്ങളെല്ലാം നടത്തും. ഒരു വലിയ ആത്മീയ വിപ്ലവം കൊച്ചു കേരളത്തിൽ ഉണ്ടാകും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവസഭ ആരംഭിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:38 പ്രകാരം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ അന്ന് 3000 പേര് ഒന്നിച്ചു സ്നാനപ്പെട്ട് തിരുസഭയുടെ അംഗമായി വന്നു. അങ്ങനെ തിരുസഭയുടെ അംഗമായി വന്നപ്പോൾ അന്നും തൃത്വമില്ല കേട്ടോ. തൃത്വത്തിന്റെ പഠിപ്പിക്കലുമില്ല. AD 200 ശേഷമാണ് ഈ തൃത്വം. കഴിഞ്ഞ പ്രാവശ്യം ഞാന് നമ്മുടെ കാനവച്ചന് ഒരു പ്രസംഗത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടതായിട്ട് വന്നപ്പോ കാനവച്ചൻ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു വാക്ക് വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു വ്യാജൻ ക്രൈസ്തവ സഭയിലേക്ക് ചേക്കേറിയതാണ്, കടന്നു വന്നതാണ് ഇതിനെ സകല നാശത്തിനും കാരണമെന്ന് കാനവച്ചൻ പറഞ്ഞു. എന്നിട്ട് കാനവച്ചൻ തൃത്വത്തിൽ തന്നെ നിൽക്കുക, അത് വേറെ കാര്യം. എന്നിട്ട് പറഞ്ഞു ആ കുസ്തന്തീനോസ് ഒരു കൊലപാതകരായിരുന്നു. അതുപോലെ തന്നെ അത് ചരിത്രപരമായിട്ട് ഞാൻ കേട്ടിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന അദ്ദേഹം മാനസാന്തരപ്പെട്ട വ്യക്തിയേ അല്ലെന്ന് കാനവച്ചൻ തുറന്നു പറഞ്ഞു. മാനസാന്തരപ്പെട്ട വ്യക്തിയേ അല്ല, സ്നാനപ്പെട്ടിട്ടേ ഇല്ലായിരുന്നു. മരിക്കുന്നതിന് തൊട്ട് മുമ്പേ ആരോ നിർബന്ധിച്ച് സ്നാനപ്പെടുത്തുകാരെന്നാ പറഞ്ഞു. മരിക്കുന്നതിന് തൊട്ട് മുമ്പ്. ഇപ്രകാരം മാനസാന്തരം എന്നറിയത്തില്ലാത്ത ഒരു കൊലപാതകനിലൂടെ അടിച്ചേൽപ്പിച്ച, അവൻ രാജാവായതുകൊണ്ട്, അവൻ ചക്രവർത്തി ആയതുകൊണ്ട് അവനിലൂടെ അടിച്ചേൽപ്പിച്ച ഈ വ്യാജതൃത്വത്തെ തകർത്തു കളയുക, അതിനെ പൂർണ്ണമായി നിഷേധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സകല സന്ദേശങ്ങളുടെയും അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കുസ്തന്തീനോസിലൂടെ AD 325 നിക്കിയ സുന്നകദോസിലൂടെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറി വന്ന ഈ വ്യാജമാകുന്ന തൃത്വത്തെ എന്നു നിന്റെ ജീവിതത്തിൽ നിന്ന്, എന്നു നിന്റെ സഭയിൽ നിന്ന്, എന്നു നിന്റെ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായി തിരസ്കരിക്കുന്നുവോ അന്ന് സ്വർഗം സന്തോഷിക്കും. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭ ഇവിടെ ആരംഭിച്ചപ്പോൾ, ദൈവസഭയുടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഏതെല്ലാം നിലകളിലുള്ള ഉണർവ് വ്യാപിച്ചുവോ അതേ ഉണർവ് കർത്താവിന്റെ സഭ ഇവിടുന്ന് പോകുന്നതിന് മുൻപായി ഇവിടെ സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അതിനു മുമ്പെന്താ? അതിനു മുമ്പ് ഒത്തിരി വ്യാജന്മാർ ഇവിടെ കിടന്ന് വിലസേണ്ടതുണ്ട്.
വ്യാജന്മാര് വിലസി കഴിയുമ്പോൾ അതിന്റെ വിലസൊക്കെ അവസാനിക്കും. ഇവിടെ കാട്ടിക്കൂട്ടുന്ന തൃത്തക്കാര് കാട്ടിക്കൂട്ടുന്ന അവരുടെ ചില ന്യൂ ജനറേഷൻ കാട്ടിക്കൂട്ടുന്ന വ്യാജ സന്ദേശങ്ങൾ, വ്യാജ ആത്മീയ ശുശ്രൂഷയെന്നും ഉണർവെന്നും പേര് പറഞ്ഞ് നടത്തുന്ന വ്യാജങ്ങൾ പൂർണ്ണമായി ഇവിടെ നിലയ്ക്കുവാൻ സമയമായിരിക്കുന്നു. അന്ന് നമുക്കൊരു കാര്യം അറിയാം. രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ബോവസിന്റെ വയലിൽ ചെന്നു. അപ്പൊ പാരമ്പര്യ കൊയ്ത്തുകാർ അവിടെ ധാരാളം പേരുണ്ട്. പാരമ്പര്യമായിട്ട് അവിടെ കൊയ്തു മറിക്കുന്ന, കൊയ്തു കൂട്ടുന്ന വലിയ അറിയപ്പെട്ട കൊയ്ത്തുകാര്, പാരമ്പര്യമായിട്ടുള്ള കൊയ്ത്തുകാരാ. അവര് കൊയ്ത് കയറിപ്പോയി. അപ്പൊ ബോവസ് പറഞ്ഞു, ഏതാ എന്തെങ്കിലും വല്ലതൊക്കെ ഒന്ന് വലിച്ചിട്ട് കൊടുത്തേക്കണം കിട്ടുന്നു. അപ്പോ കറ്റ പെറുക്കാൻ അല്ലെങ്കിൽ പൊഴിഞ്ഞു വീഴുന്ന ചിലത് പെറുക്കി ഉപജീവനം കഴിക്കാൻ വന്ന ഒരു പെൺകുട്ടിയായിരുന്നു രൂത്ത്. പക്ഷേ തക്ക സമയമായപ്പോൾ ബോവസിന്റെ പാരമ്പര്യ കൊയ്ത്തുകാരിൽ ഒരുവൾ പോലും ബോവസിന്റെ കാന്തയായി അവിടെ കണ്ടില്ല. ദൈവത്തിന്റെ സമയമായപ്പോൾ ആ കാലാവെറുക്കി പെൺകുട്ടി ബോവസിന്റെ കാന്തയായി മാറിയതുപോലെ ഇവിടെ മെഗാ മീറ്റിങ്ങുകൾ നടത്തി, ഇവിടെയെല്ലാം ആടിത്തിമർത്ത് അത്ഭുതങ്ങളുടെ പ്രകടനങ്ങൾ നടത്തി മുൻപോട്ട് പോകുന്ന ഒരെണ്ണത്തിനെ അവിടെ കാണുകയില്ല. ഇതിനിടയ്ക്ക് കാലാവെറുക്കികളായി ചിലരുണ്ട്. തക്ക സമയത്ത് രൂത്ത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ വന്നതുപോലെ, രൂത്ത് ബോവസിന്റെ കാന്തയായതുപോലെ, യേശുവിന്റെ നാമം ദുരുപദേശമാണ്, അത് നിങ്ങൾ അംഗീകരിക്കരുത് എന്ന് പറഞ്ഞു യേശുവിന്റെ നാമക്കാരെ യഹോവ സാക്ഷികളോട് ചേർത്ത് പഠിപ്പിച്ചു. അങ്ങനെ യഹോവ സാക്ഷികളുടെ ഉപദേശം യേശുവിന്റെ ഉപദേശം പോലെയാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി സാത്താന്റെ പ്രേരണയാൽ ഇവിടുത്തെ പെന്തക്കോസ് പാസ്റ്റർമാര് നടത്തി ഇവര് മെഗാ ഷോ നടത്തിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ഒടുവിൽ കാന്തയായി രൂപാന്തരപ്പെട്ടു വരുന്നത്, കാന്തയായി രംഗപ്രവേശം ചെയ്യുന്നത് യേശു നാമക്കാരായിരിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ മാത്രമായിരിക്കും കർത്താവിന്റെ കാന്ത, കർത്താവിന്റെ മണവാട്ടി. പാരമ്പര്യ കൊയ്ത്തുകാരെ അവിടെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ പ്രിയ സ്നേഹിതരെ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ കാലം അത് തെളിയിക്കും. പിശാചിന്റെ വലിയ തന്ത്രം എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിനെ യഹോവ സാക്ഷികളെ വീട്ടിൽ കയറ്റരുത്. അപ്പൊ യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ദുരുപദേശകർക്കൊപ്പമാണ് യേശു നാമക്കാരെ ഇവര് പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, യഹോവ സാക്ഷികളോട് കുറച്ചെങ്കിലും യോജിക്കുന്നത് തൃത്തക്കാരാണ്. കാരണം യഹോവ സാക്ഷികളും യഹോവയും രണ്ട് വ്യക്തികളാണെന്ന് പഠിപ്പിക്കുന്നു. തൃത്തക്കാരും അത് പഠിപ്പിക്കുന്നു. ഇവർ രണ്ടും ഒന്നാ. അപ്പൊ അവർ രണ്ടുപേരും ഒന്നാക്കി പഠിപ്പിക്കുവാനുള്ളതിന് അത് മറിച്ച് ഇങ്ങോട്ട് തിരുത്തി യേശു നാമക്കാരെ ഈ വ്യാജ ഉപദേശത്തോട് ചേർത്ത് പഠിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്ന തന്ത്രമാണ്. പക്ഷേ ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടപെട്ട് അനേക ജീവിതങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ സ്നാനപ്പെട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു നൃത്തക്കാരൻ വന്ന് സ്നാനപ്പെട്ടു. എല്ലാ ആഴ്ചകളും സ്നാനം നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ പരാജയത്തിലേക്ക് പോകുന്നവരല്ല. ഈ ലോകത്തിൽ ഞങ്ങൾ വിടക്കെന്ന് ഞങ്ങളെ എണ്ണുമ്പോൾ, ഈ ലോകത്തിൽ നിങ്ങൾ പരാജിതരാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ, ഒരു ജയത്തിന്റെ കൊടി പിടിച്ച് ആ കൊടിക്കീഴിൽ അണിനിരക്കുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ തമ്പുരാൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു നാമമുണ്ട്, അത് യേശുവിന്റെ നാമമാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, അത് തൃത്വമല്ല, സർവശക്തനായ ദൈവമാകുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു.
നിങ്ങൾ പോലും പറയുന്നില്ലേ അത് യേശുനാമക്കാരാണ്, ഏതായാലും പിശാചിന്റെ ആൾക്കാരാണെന്ന് പറയുന്നില്ലല്ലോ. അതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. അത് യേശുനാമക്കാരാണ്. അതേ സ്നേഹിതരെ, ഞങ്ങൾ യേശുനാമക്കാരാ, യേശുവിൻ നാമക്കാരാ, ഞങ്ങൾ യേശുവിന്റെ നാമക്കാരാ. ആമേൻ. ആ നാമത്തിൽ ഞങ്ങൾ അഭിമാനിക്കും. ഹല്ലേലൂയ. യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷ നാമമേ, യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷ നാമമേ. പേയ്ക്കും പേയിൻ പടയ്ക്കും ഭീതി ചേർക്കുന്ന നാമം, പേയ്ക്കും പേയിൻ പടയ്ക്കും ഭീതി ചേർക്കുന്ന നാമം, മൂർഖപാപികൾക്കു വിമോചം നൽകുന്ന നാമം, മൂർഖപാപികൾക്കു വിമോചം നൽകുന്ന നാമം. യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷ നാമമേ, യേശു എന്നുള്ള നാമമേ ലോകം എങ്ങും വിശേഷ നാമമേ. കൽ നെഞ്ചുടയ്ക്കുന്ന നാമം, മനക്കാടാകെ വെട്ടുന്ന നാമം, ആട്ടിയിടയരാമോദാൽ കേട്ടോരു പുണ്യനാമം, പുണ്യം പെരുത്ത നാമം, പൂവിൽ പ്രകാശനാമം, പുണ്യം പെരുത്ത നാമം, പൂവിൽ പ്രകാശനാമം. യേശു എന്നുള്ള നാമമേ ലോകമെങ്ങും വിശേഷ നാമമേ. ഹല്ലേലൂയ. പേയ്ക്കും പേയിൻ പടയ്ക്കും, പേയുടെ പടയ്ക്കും പേയ്ക്കും ഭീതിയാണ് യേശുവിന്റെ നാമം കേട്ടാൽ. യേശുവിന്റെ നാമം എന്ന് കേട്ടാൽ നീ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് ആ വിറയ്ക്കത്തക്ക ദുരാത്മാവിനോട് ചേർന്നുള്ളത്. ഞങ്ങൾ യേശുവിന്റെ നാമക്കാരായിരിക്കാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഞങ്ങൾ യേശുവിന്റെ നാമക്കാരായിരിക്കാൻ ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനേക തൃത്വക്കാര് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്നാനപ്പെടുത്തുവാൻ തയ്യാറാണ്. നിങ്ങൾ ഞങ്ങളുമായി നിങ്ങൾക്ക് ആശീർവദിച്ചുകൊണ്ട് ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.